സജ്ന നൂറുമായുള്ള ദാമ്പത്യം തകരാൻ കാരണം മൂന്നാമതൊരാളുടെ ഇടപെടലാണെന്ന സൂചന നൽകി മുൻ ഭർത്താവ് ഫിറോസ് ഖാൻ. ക്രൂര മനോഭാവമുള്ള ലൈംഗിക വികൃതമുള്ള വ്യക്തികൾ ഇവിടെ ഒളിച്ചുകളി നടത്തുന്നുണ്ടെന്നും എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരുമെന്നും ഫിറോസ് പറയുന്നു. വലിയ അവാർഡ് മേടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഈ വ്യക്തി എന്ന സൂചന നൽകുന്ന ഫിറോസ് പക്ഷേ പേര് വെളിപ്പെടുത്തുന്നില്ല. ഫിറോസുമായുള്ള വിവാഹബന്ധം പിരിയാൻ കാരണം വ്യക്തിപരമായ പ്രശ്നങ്ങളാണെന്നും മൂന്നാമതൊരാൾ തങ്ങൾക്കിടയിൽ വന്നിട്ടില്ലെന്നുമായിരുന്നു സജ്നയുടെ വിശദീകരണം. എന്നാൽ സജ്നയുടെ വാക്കുകൾ പാടെ തള്ളിക്കളയുകയാണ് ഫിറോസ്. ചിലർക്കൊരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തതുകൊണ്ടാണെന്ന്. അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെങ്കിൽ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ചിലർക്കൊക്കെ വിചാരമുണ്ട്. നിശബ്ദരായിരിക്കുന്ന മനുഷ്യർ എല്ലാം അറിയുന്നവരാണ്, പക്ഷെ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്നു കരുതി സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും ഞാൻ അങ്ങ് സേഫായി, ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്. എത്ര വലിയ ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ടെങ്കിലും എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും. എന്റെ കയ്യിൽ അത്രത്തോളം പിടിപാടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, വലിയ അവാർഡ് മേടിച്ച് നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് ഇവനെ ഏത് രീതിയിലും തകർക്കാം, എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയവും ആവില്ല എന്ന് കരുതി ചില വ്യക്തികൾ, ഇവിടെ ക്രൂര മനോഭാവമുള്ള വ്യക്തികൾ, സെക്സ് പെർവേർട്ടായിട്ടുള്ള സ്ത്രീകൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നുണ്ട്. കുറച്ചുനാൾ മുമ്പ് വരെ എനിക്ക് കർമ്മയിൽ വിശ്വാസമില്ലായിരുന്നു. അതിനു മുന്നേ ഒരു 4 കൊല്ലമായി എനിക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല. അതും പോയി, കർമ്മയിലുള്ള വിശ്വാസവും പോയി. പക്ഷേ ഇപ്പോൾ ഞാൻ ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ കർമ്മ എന്നൊന്ന് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. സത്യമെന്നും വിജയിക്കും. എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരും എന്നാണ് ഫിറോസിന്റെ വാക്കുകൾ. ബിഗ് ബോസ് മലയാളം സീസൺ 3 പങ്കെടുത്ത് ശ്രദ്ധ നേടിയ താരദമ്പതികളായിരുന്നു ഫിറോസ് ഖാനും സജ്ന നൂറും. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങി 2 വർഷം കഴിഞ്ഞ ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു. 2023 വിവാഹബന്ധം അവസാനിപ്പിച്ചുവെന്ന് ഇരുവരും വെളിപ്പെടുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.